എന്തുകൊണ്ടായിരിക്കും ഈ ഉദ്യോഗസ്ഥർ നിരന്തരം ഇവർ ഈ കണക്കുകൾ ഇങ്ങനെ ഇപ്പോൾ സൈറ്റിൽ ലഭ്യമായ കണക്കുകൾ തന്നെ വളരെ കോൺട്രഡിക്ടറി ആയിട്ടുള്ള റിസൾട്ട് നമ്മുടെ മുമ്പിലേക്ക് തരും. ഇവർ ഈ പറയുന്നത് യഥാർത്ഥ വിവരം മറച്ചു വെച്ചുകൊണ്ടാണ് എന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ ആ സൈറ്റിലെ കണക്ക് നോക്കിയാൽ മതി. ഇപ്പോൾ അക്ഷയ് തന്നെ സൂചിപ്പിച്ച പോലെ ടോട്ടൽ അപ്ലിക്കൻസ് ഇത്ര, ടോട്ടൽ വേക്കൻസി, ടോട്ടൽ സീറ്റുകൾ ഇത്ര, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് കഴിഞ്ഞാൽ തന്നെ എത്ര പേർക്ക് അഡ്മിഷൻ കിട്ടില്ല എന്നുള്ള കണക്ക് നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. ഈ കണക്ക് നമ്മുടെ മുമ്പിലിരിക്കെ എന്തുകൊണ്ടായിരിക്കും ഉദ്യോഗസ്ഥർ ഇങ്ങനെ നിരന്തരമായിട്ട് സർക്കാരിന് അല്ലെങ്കിൽ മന്ത്രിക്ക് അല്ലെങ്കിൽ ജനങ്ങളുടെ മുമ്പാകെ ഒരു സീറ്റുകൾക്കൊന്നും കുറവില്ല, എല്ലാ കുട്ടികൾക്കും അഡ്മിഷൻ കിട്ടാൻ പാകത്തിനുള്ള സീറ്റ് ഇവിടെ ഉണ്ട് എന്ന് ആവർത്തിച്ചുകൊണ്ടിരിക്കുക? ഞാൻ ഈ വർഷത്തെ കാര്യം മാത്രമല്ല പറയുന്നത്, ഇത് തുടങ്ങിയ കാലം മുതൽ ഉദ്യോഗസ്ഥർ ആവർത്തിക്കുന്ന ഒരു പല്ലവിയാണിത്. എന്തുകൊണ്ടായിരിക്കും ഉദ്യോഗസ്ഥർ ഇത്രയും അഡമൻ്റായിട്ട് ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്? അതായത് ഞാൻ ഈ നേരത്തെ പറഞ്ഞ 40,000-ൻ്റെയോ 21,000-ൻ്റെയോ കുറവുണ്ട് എന്ന് അഡ്മിറ്റ് ചെയ്താൽ സൊല്യൂഷനിലേക്ക് എത്താൻ നിർബന്ധിതരാവുമല്ലോ, പരിഹാരം ചെയ്യേണ്ടി വരും, മറുപടി പറയേണ്ടി വരും. അത് വേണ്ട എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് ഈ പറഞ്ഞ 7,478 കണക്ക് പോലും ജനിക്കുന്നത് ഈ പറഞ്ഞ ഉദ്യോഗസ്ഥരുടെയോ വകുപ്പിൻ്റെയോ മുഖം രക്ഷിക്കാനുള്ള കാപട്യമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. അല്ല, അതുകൊണ്ട് എന്താണ് ഞാൻ ചോദിക്കുന്നത്, അതുകൊണ്ട് എന്ത് നേട്ടമാണ് ഈ ഉദ്യോഗസ്ഥർക്കുണ്ടാകാൻ പോകുന്നത്? അവർക്ക് വസ്തുത പറഞ്ഞ് ഇത്രയും അഡീഷണൽ സീറ്റ് ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ഇത്രയും കുട്ടികൾക്ക് അതിനാണല്ലോ ബേസിക്കലി വിദ്യാഭ്യാസ വകുപ്പും ആ ഉദ്യോഗസ്ഥരൊക്കെ ഇരിക്കുന്നത്. അത് മറച്ചു വയ്ക്കുന്നതുകൊണ്ട് അവർക്കുള്ളൊരു നേട്ടം എന്താണ് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം ഇപ്പോൾ ഇത് പ്രധാനമായിട്ടും ഒരു പ്രദേശത്തെ മാത്രം കേന്ദ്രീകരിച്ചിട്ടാണ് ഈ പ്രശ്നം വരുന്നത്. അത് മറച്ചു വയ്ക്കുക എന്ന് പറയുമ്പോൾ ഈ പ്രദേശത്തുകാരോട് ചെയ്യുന്ന ഒരു അനീതിക്ക് ഉദ്യോഗസ്ഥർ കൂട്ടുനിൽക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടോ സത്യത്തിൽ? ആ ഒരു സംശയം നമ്മുടെ അടുത്തുണ്ട്. അതായത് ബ്യൂറോക്രാറ്റ്സിൻ്റെ ഇടപെടൽ. ഇപ്പോൾ വകുപ്പിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥർ, പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ, പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി, പിന്നെ മന്ത്രി, മൊത്തത്തിൽ സർക്കാരിൻ്റെ മുഖം രക്ഷിക്കാൻ വേണ്ടി തന്നെയായിരിക്കുമല്ലോ ഇത് ചെയ്യുന്നത്. അത് തന്നെ നമുക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ താൽക്കാലിക ബാച്ച് എന്ന് പറയുന്നൊരു സംവിധാനം ഉണ്ടല്ലോ. ഇപ്പോൾ താൽക്കാലിക ബാച്ച് അനുവദിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ എക്സിസ്റ്റിംഗ് ബാച്ചുകളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അധ്യാപകർ താൽക്കാലിക ബാച്ചുകൾ കൂടി കൈകാര്യം ചെയ്യേണ്ടി വന്നേക്കാം. എന്നിട്ട് ബാക്കി വരുന്നത് ഒരു പക്ഷേ ഗസ്റ്റ് ലെക്ചേഴ്സായിട്ടോ അല്ലെങ്കിൽ ഗസ്റ്റ് അധ്യാപകരായിട്ടോ നിയമിച്ചേക്കാം. അതായിരിക്കും വരാൻ പോകുന്നൊരു സംവിധാനം. അതിൻ്റെ ഒപ്പം പല ബാച്ചുകളിലും, ഇപ്പോൾ സയൻസ് ബാച്ചുകളാണ്, ലാബ് സൗകര്യം വേണ്ടി വരും, ലാബിൽ കുട്ടികൾക്ക് പോകേണ്ടി വരും, അവരുടെ പഠനത്തിൻ്റെ ആവശ്യമായിട്ടുള്ള ബാക്കി വർക്കുകൾ ചെയ്യേണ്ടി വരും. ഇതിനൊക്കെയുള്ള ഫെസിലിറ്റി ഉണ്ടാക്കേണ്ടി വരും. താൽക്കാലിക ബാച്ച് അനുവദിക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എക്സിസ്റ്റിംഗ് ബാച്ചിലുള്ള ആളുകൾക്ക് പോലും ക്വാളിറ്റി ഉള്ള ഒരു എഡ്യൂക്കേഷൻ സംവിധാനം കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയല്ലേ ക്രിയേറ്റ് ചെയ്യുക? തീർച്ചയായിട്ടും. തെക്കൻ ജില്ലകളിൽ നേരത്തെ പറഞ്ഞ സീറ്റ് ഒഴിഞ്ഞ് കിടക്കുന്ന സ്ഥലത്ത് 25 കുട്ടികൾ പോലും ഇരിക്കുന്ന സ്ഥലങ്ങളുണ്ട്. അവിടെ ഒരു ടീച്ചറെ സംബന്ധിച്ചിടത്തോളം അത് വളരെ കംഫർട്ടാണ്. ആ ആൾക്ക് 65 ആളുള്ള ക്ലാസ് മാനേജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ താല്പര്യം ഉണ്ടാവില്ല. അതാണ് ഞാൻ പറഞ്ഞ അധ്യാപക സമൂഹത്തിൻ്റെ ഇടയിൽ പോലും, ഞാൻ ഒരിക്കലും ജനറലൈസ് ചെയ്യുന്നില്ല, ഇതിനുവേണ്ടി ശബ്ദമുയർത്തുന്നതിൽ അധ്യാപകർ അടക്കമുണ്ട്. എന്നാൽ ഒരു വിഭാഗമെങ്കിലും അവരുടെ വർക്ക് ലോഡ് അവരുടെ കൺസേൺ ആണ്. സ്വാഭാവികമായിട്ട് ഇപ്പോൾ നേരത്തെ പറഞ്ഞ ക്ലാസ് റൂം ആക്ടിവിറ്റി മാത്രമല്ല, സയൻസ് ആവുന്ന സമയത്ത് ലാബ് ഫെസിലിറ്റീസ് ഉണ്ട്. അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് കുട്ടികൾക്ക് അതൊക്കെ കോംപ്രമൈസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അതൊക്കെ അവർക്ക് കിട്ടേണ്ട, പ്രോപ്പറായിട്ട് കിട്ടേണ്ട ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ്, അതിൻ്റെ മെത്തഡോളജി, അതൊക്കെ പിന്നെ കാറ്റിൽ പറത്തുന്ന രീതിയിലേക്കുള്ള അവസ്ഥയിലേക്ക് പോകുന്നുണ്ട്. അത് ക്വാളിറ്റിയെ ബാധിക്കുന്നുമുണ്ട് തീർച്ചയായിട്ടും. ഇപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് അവിടെ തന്നെയാണ് എൻ്റെ അടുത്ത നേരത്തെ ചോദിച്ച ചോദ്യത്തിൻ്റെ തുടർച്ച വരുന്നത്. കാരണം ഇങ്ങനെയുള്ള ഷോർട്ട് ടേം അറേഞ്ച്മെൻറ്റ്സിലൂടെ ഇതിങ്ങനെ പരിഹരിച്ചു കൊണ്ടുപോവുക, എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോവുക, ഇതിൻ്റെ ഒരു അടിസ്ഥാന ഫിലോസഫി എന്തായിരിക്കും? ഇതിങ്ങനെ മതി എന്നുള്ളൊരു ചിന്തയിലേക്ക് എത്തുന്നതിൻ്റെ ഒരു കാര്യം എന്തായിരിക്കും? ഒന്നുമില്ലെങ്കിൽ ഇത് എന്താ പറയുക, സർക്കാരിനുണ്ടാകുന്ന സാമ്പത്തിക ബാധ്യത എന്നുള്ളൊരു കാരണമാകാം, അല്ലെങ്കിൽ ഇതിങ്ങനെ കുറച്ചു കാലം ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാവും, ബാക്കിയുള്ള കുട്ടികൾ എങ്ങനെയെങ്കിലും വേറെ ഏതെങ്കിലും ഒരു സിസ്റ്റത്തിലേക്ക് പൊക്കോളും എന്നുള്ള തോന്നലായിരിക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ അൺഎയ്ഡഡ് മേഖലയിൽ കുറച്ച് കുട്ടികൾ കൂടുതൽ പ്രവേശിച്ചോട്ടെ. കാരണം വെച്ചാൽ അൺഎയ്ഡഡ് മേഖല ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. അവർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നത് അത് ലാഭകരമായി നടത്തണം, ലാഭകരമായിട്ടല്ലെങ്കിൽ പോലും അത് നടത്തിക്കൊണ്ട് പോകണം എന്നുള്ളൊരു എന്താ പറയുക, നമ്മൾ ബ്രേക്ക് ഈവൻ എന്നൊക്കെ പറയില്ല, അതുപോലെ നടത്തിക്കൊണ്ട് പോകണം എന്നുള്ളൊരു ആഗ്രഹത്തിലായിരിക്കും. അപ്പോൾ ആ മേഖലയിലേക്ക് കുറച്ച് കുട്ടികൾ പൊക്കോട്ടെ എന്നുള്ള തോന്നലിലാണോ? ഇങ്ങനെ പല പല ഫാക്ടേഴ്സ് ഉണ്ടല്ലോ ഇതിനകത്ത്. എന്തായിരിക്കും ഞാൻ ചോദിക്കുന്നത്? ഇത് ഈ എത്രയോ വർഷങ്ങളായിട്ട് ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നു. അപ്പോൾ എന്ത് ഫാക്ടറായിരിക്കും ഇവരെ ഗൈഡ് ചെയ്യുക എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ.
ഈ തീരുമാനം എടുക്കുന്ന ആളുകൾ? തീർച്ചയായിട്ടും സാമാന്യ ബുദ്ധിയിൽ ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നത്, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇതൊരു സീസണൽ പ്രശ്നമാണ്. ഈ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, പിന്നെ ക്ലാസ് തുടങ്ങി കുറച്ചങ്ങ് കഴിഞ്ഞാൽ ഇതങ്ങ് അടിയിൽ പോവും, കെട്ടടയും. ഈ സീറ്റ് കിട്ടാത്ത ആളുകൾ നേരത്തെ ഇപ്പം പറഞ്ഞ അൺഎയ്ഡഡിൽ പോവും. മാനേജ്മെൻറ്റ് സീറ്റിൽ വലിയ കോഴ കൊടുത്ത് അഡ്മിഷൻ നേടേണ്ടതായിട്ട് വരും. ഓപ്പൺ സ്കൂൾ സംവിധാനത്തിലേക്ക്, പാരലൽ കോളേജ് പോലുള്ള സംവിധാനത്തിലേക്ക് പോവും. ഇതാണ് സംഭവിക്കാൻ വേണ്ടി പോകുന്നത്. ആ കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഇത് നോക്കിയാൽ നമുക്കിതാണ് മനസ്സിലാവുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ അങ്ങ് പൊയ്ക്കോളും. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഇതാണല്ലോ സംഭവിച്ചത്. ഞാൻ പറഞ്ഞല്ലോ, 20 വർഷത്തിന് മുകളിലായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണല്ലോ. അതങ്ങനെ അങ്ങ് പൊയ്ക്കോളും എന്നുള്ള തടസ്സം ഞാൻ ഈ പറഞ്ഞ സാമ്പത്തിക ഒരു ഘടകമാണ്. സർക്കാരിൻ്റെ കയ്യിൽ പണമില്ലാത്തതൊരു ഘടകമായിരിക്കാം. പക്ഷെ അപ്പോഴൊക്കെ ഞാൻ പറയുന്നത്, ഇവിടെ മറ്റ് പല പ്രോജക്റ്റുകൾ, വികസന പദ്ധതികൾക്കൊക്കെ കോടികളുടെ, നമ്മുടെ വായക്കൊള്ളാത്ത ഫിഗറിൽ, സംഖ്യയിൽ കോടികളുടെ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ പറയുന്നുണ്ടല്ലോ. ബേസിക്കായൊരു നീഡല്ലേ ഇത്? ഇതിന് ചോദിക്കുമ്പോൾ മാത്രം എങ്ങനെയാണ് പൈസ ഇല്ലാണ്ടാവുന്നത്?